കുട്ടിയാണോ രാവിലെ വെയിറ്റ് നോക്കാൻ പോണേ? മമ്മയല്ലേ നോക്കണ്ടേ? കൊച്ചിൻ്റെ കൈ എടുത്തേ. കുട്ടി മമ്മയുടെ വെയിറ്റ് നോക്കട്ടെ. കൊച്ചു മാറിക്കേ, മാറിക്കേ, മാറ്, കൈ മാറ്റേ. അങ്ങനെ ചിക്കുവിൻ്റെ 75.6. അപ്പോൾ എത്ര കിലോ ആയിരുന്നു? ഇപ്പം 1.5 കിലോ കുറഞ്ഞോ? അതായത് ഒരു നോർമൽ വെയിറ്റ് നമ്മൾ അത് തുടങ്ങുന്ന സമയത്ത് 78 ആയിരുന്നു. 78.2-3 അങ്ങനെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് പിന്നെ അത് 76 സംതിങ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ 75.6. ഫോട്ടോ എടുത്തോ? ഇല്ല, ഫോട്ടോ വേണം, അവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം. ഞാൻ വിചാരിച്ചു ഒരു 2 കിലോ കുറയുമായിരിക്കും ഓർത്തെ. അല്ല, 1.5 കിലോ കുറഞ്ഞല്ലേ? ഒരാഴ്ചയില് 2 കിലോ. അതങ്ങനെയല്ലേ, ഞാൻ 2.5 കിലോ കുറഞ്ഞു. അപ്പൊ ഒരാഴ്ച 2 കിലോ. 78-ന്ന് 0 ആകാൻ എത്ര ആഴ്ച വേണ്ടി വരും? അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചത്. എനിക്ക് മാക്സിമം 1 കിലോ ഒരാഴ്ച കുറഞ്ഞാൽ മതി. എനിക്ക് കൂടുതൽ കുറയാൻ പാടില്ല. 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ എനിക്ക് ഒരാഴ്ച കുറയാവുള്ളൂ. അതെ, ഞാനേ അതും ഫുഡ് കഴിച്ച് പ്രോട്ടീനൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ. അല്ല, എന്റെ വെയിറ്റ് 2.5 കിലോ കുറഞ്ഞു. ഞാൻ എന്നെ വാള ചെക്ക വന്നേ ഇപ്പൊ ശീലമായി മാറിയേക്കുക. ടാറ്റാ. രാവിലെ സാൻഡ്വിച്ചും മുട്ടയും അല്ലേ? സാൻഡ്വിച്ചിനകത്ത് നമ്മൾ ബട്ടർ അല്ലാട്ടോ തേക്കുന്നത്, മറ്റേ യോഗർട്ടിന്റെ സ്പ്രെഡാണ് തേക്കുന്നത്. അതായത് തിക്കായിട്ടുള്ള യോഗർട്ടിൽ കുറച്ച് ഒരു പിഞ്ച് വെളുത്തുള്ളിയും ഉപ്പും കുറച്ച് പാർസ്ലിയുടെ ലീഫും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഇഞ്ചിയിലും ഒരു പൊടിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ച് സൈസ് കുറഞ്ഞു മൊത്തത്തിൽ കുറവ് വന്നിട്ടുണ്ട്. രാവിലെ എല്ലായിടത്തും അളവെടുക്കലായിരുന്നു. മോർണിംഗ് ഡ്യൂട്ടിക്ക് ചിക്കനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. എക്സിക്യൂട്ടീവ് വണ്ടിയിലുണ്ട്. നോടിയ ഷോട്ടോ. Oh my God. 5 മണിക്ക് തീരുന്നുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നേ. എനിക്ക് വയ്യ, പൊളിച്ചു പോട്ടെ. ഓക്കെ, താങ്ക് യു. എൻ്റെ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. പോയിട്ട് നോക്കട്ടെ എന്നാന്ന്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഗ്രിൽ ചിക്കനും മധുരക്കിഴങ്ങുണ്ടല്ലോ അതും പിന്നെ ഫ്രഷ് വെജീസും യോഗർട്ടിൻ്റെ ഒരു സോസും ആയിരുന്നു. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഒരു കോഴ്സ് ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ 1 മണി വരെ ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ട് 1 മണി തൊട്ട് 5 മണി വരെ കോഴ്സ് ഡേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു 3 മണിയാകുമ്പോഴേക്കും പോരാന്ന് ഓർത്തപ്പോൾ അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് എടുക്കാതെ പോകുന്നതുകൊണ്ടാണ് വിജയം കൊണ്ടുതന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കോഴ്സിന് അങ്ങോട്ട് പോവാണ്. അതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ, ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ എന്തായിരുന്നു സംഭവിച്ചതെന്ന്. ജോണിക്കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നു. ജോണിക്കുട്ടിക്ക് ഇന്ന് ചെറിയ വിഷമമൊക്കെ. സാരമില്ല കേട്ടോ, എന്നാന്നുള്ളത് ജോണിക്കുട്ടി അടുത്ത ദിവസം പറഞ്ഞാൽ മതി. അല്ല ജോണിക്കുട്ടി? സൺഡേ ജോണിക്കുട്ടി പറയാതെ. ഇങ്ങോട്ട് നോക്കിക്കേ. സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, ഒന്നും കുഴപ്പമില്ലെന്നേ കേട്ടോ. സിമ്പിൾ സംഭവമാണ്, പക്ഷേ ജോണിക്കുട്ടി ഞാൻ സൺഡേയിലേ പറയത്തുള്ളൂ. സൺഡേ പറഞ്ഞില്ലെങ്കിൽ അതിന് മുമ്പ് ആരെങ്കിലേക്ക് അറിയൂ അല്ലേ? ഇന്ന് എന്നായിരുന്നു ഫുഡ്? എന്നായിരുന്നു? നേരെ നോക്കിയിട്ട് പറ. സ്കൂളിൽ എന്നായിരുന്നു ഫുഡ്? എന്നായിരുന്നു? റൈസും കെബാബും ആണോ? ഓക്കെ, അടിപൊളിയായിരുന്നോ? പോട്ടെ കേട്ടോ, സാരില്ല കേട്ടോ. നോക്കിക്കേ ഇങ്ങോട്ട്, ഒന്ന് ചിരിച്ചേ. സെക്യൂരിറ്റി ഡയക്കറിന് വന്നു, എല്ലാവരും വന്നു. പാപ്പ തരട്ടെ? മണ്ണിന് ഫുഡ് തരട്ടെ? ഇന്നലത്തെ സെയിം ഫുഡാണ് ഇന്ന്. അതുകൊണ്ട് പിള്ളേർക്ക് അത് മതി, ഞങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ അല്ലേ? ഇന്നെങ്ങനെയായിരുന്നു ജോണിക്കുട്ടി? സ്കൂൾ എങ്ങനെയായിരുന്നു? കാണിക്കാൻ പറ്റില്ല, സ്കൂളിൽ ഉണ്ടാക്കിയ ഇലക്ട്രിക് ഗെയിമാ, അതിന് ബാറ്ററി ഇല്ലാതെ എനിക്ക് കാണിക്കണ്ട. ഓക്കെ, മാളിന്ന് ഉണ്ടാക്കിയതാണോ? ഞാൻ ബാറ്ററി വാങ്ങിച്ചു തരാം. ചക്കി എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. ഇന്ന് എക്സാം തരേണ്ടതാ. എന്നെ പുള്ളി തന്നെ ചെയ്തേ. കൊടുക്ക് വയ്യേ, കൊച്ചു കുടിച്ചോ? തേർഡിന്ന് മേലോട്ടുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അവര് മറ്റേ ഒരു സ്ഥലത്ത് പോയി ഫാസ്റ്റസ്റ്റ് ആൾക്കാരെ ചൂസ് ചെയ്യും. എന്നിട്ട് അവരെ പോയിട്ട് സ്കൂളിലെ മത്സരത്തിന് കൊണ്ടുപോകും. നാളെയാണ് ജോണിക്കുട്ടിയുടെ സ്കൂളിലെ മാരത്തോൺ. ചക്കിക്ക് നാളെ മാരത്തോൺ നാളെയുണ്ടോ? ജോണിക്കുട്ടിക്ക് മാത്രമേ ഉള്ളൂ.
അത് കിട്ടിയില്ല. അത് ഈ മാസമാണല്ലോ യൂണിസെഫ്. അത് മറ്റേ ഈ സ്കൂളിന്റെ വട്ടത്തിൽ ഇങ്ങനെ നടക്കാൻ പോന്നിട്ട് ടീച്ചർ സ്റ്റിക്കർ എന്നിട്ട് സുവി പറഞ്ഞു അവന് എന്തെങ്കിലും കിട്ടൂണ്. അതെ, ക്ലാസ്സിന് പ്രൈസ് കിട്ടത്തേ ഉള്ളൂ. എന്ത് എനിക്കറിയില്ല. നിങ്ങളല്ലോ ലാസ്റ്റ് ടൈം ഉള്ളത്. മമ്മയാണോ? പപ്പയല്ലേ? ഇപ്പൊ പപ്പയെന്ന് വിളിക്കത്തില്ലേ? മോളെ വെള്ളം എടുത്ത് കൊടുത്ത മോനെ. വെള്ളമാണോ? കിയ കുരുവിയാണോ? അത് തൊഴിക്കാൻ നോക്കണം. താഴെ കളയല്ലേ, കൈ കൊണ്ട് എടുത്ത് കഴിക്ക കേട്ടോ. നല്ലാണോ? എസക്കുട്ടിക്ക് പാസ്ത, സ്പഗറ്റി, മക്രോണി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കി കഴിച്ചില്ലായിരുന്നോ? ചോണിക്കുട്ടിയും കഴിച്ചല്ലേ? ഫുൾ ടൈം പപ്പ വന്ന് മമ്മയായിരുന്നു. കുടുംബക്കാരിയെ ഡ്യൂട്ടി കഴിഞ്ഞ് കൊണ്ടുവരുന്നു. എന്നാ സുഖമല്ലേ? എന്ത് വേണം, ഭക്ഷണം കൊണ്ട് തരുന്നു. പക്ഷെ ഒരു കാര്യം അറിയോ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇന്ന് മീറ്റിങ്ങിനിടയ്ക്ക് കൊളുത്തൂസ് ആയിരുന്നല്ലോ, സ്കൂളിംഗ് ആയിരുന്നു. അതിനിടയ്ക്കാണെങ്കിൽ ഈ ഇത് ബാക്കിൽ വെച്ചില്ലേ, ഈ സൈഡിൽ തൂക്കിയിട്ടേക്കുമായിരുന്നു ടേബിള്. എല്ലാരും കൂടി സാധാരണ എടുക്കുന്ന നല്ല ഹാള് കിട്ടിയില്ല. ഇന്ന് അതുകൊണ്ട് ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള അടുത്തായിരുന്നു. എന്നിട്ട് ഈ സാധനം തട്ടി താഴെ വീണതാ. ഫുഡല്ല, ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴേക്കും പാത്രം, ഇത് ലഞ്ച് ബാഗ് തട്ടി താഴെ വീണ പാത്രം പൊട്ടിന്നേ. അതൊരു കോമഡി എന്നാന്ന് പറയട്ടെ. അയ്യോ, ഒരു നിർത്താണ്ടവര് 10-15 മിനിറ്റ് അവിടെ ഞങ്ങളുടെ ആ ഏരിയയിൽ ഇരുന്ന് ഒരു 3-4 പേര് ചിരിയായിരുന്നു. കാരണം എന്താന്ന് പറയട്ടെ, എന്നാ ഭയങ്കര സൈലന്റ് ആയിട്ട് ബോറിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് പോവായിരുന്നു കേട്ടോ. ഭയങ്കര കൂളായിട്ട് ബോറിംഗ് ആയിട്ട്. അന്നേരപ്പം എന്റെ അടുത്തിരുന്ന ഒരു 2 സ്റ്റാഫുമാരാണെങ്കിൽ ഭയങ്കര ഉറക്കമായിരുന്നേ. അവര് ഉറങ്ങി ഇങ്ങനെ തൂങ്ങി പോകും. അപ്പൊ അത് കണ്ട് മുന്നിലിരിക്കണ കൊച്ചു പെണ്ണുങ്ങളിരുന്ന് ചിരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഈ സാധനം പിൻ ഡ്രോപ്പ് സൈലന്റിന്റെ ഇടയ്ക്കാണ്, അതായത് അത്രയും സൈലന്റ് ഇടയ്ക്കാണ് ഇത് പൊത്തോന്നും പറഞ്ഞെങ്കിൽ താഴെ വീണത്. ഒരുമാതിരി ബോംബ് പൊട്ടിയ പോലത്തെ, അത്രയും വലുതല്ല, പക്ഷെ ഇങ്ങനെ ഭയങ്കര ഒരു വലിയ ഒച്ച കേൾക്കത്തില്ലേ വീണങ്ങ് പൊട്ടുമ്പോ. അയ്യോ, ഇവർ രണ്ടുപേരും ഞെട്ടി. എല്ലാരും കൂടെ ഓർത്തോർത്ത് ചിരിയായിരുന്നു അത്. എന്റെ പൊന്നെ മതി. പക്ഷെ എന്നാലും എന്റെ അതല്ലേ, ഇവിടുത്തുകാർക്കൊക്കെ ചെറിയ കാര്യം മതി ചിരിക്കാന്. ഇവരുടെ തമാശ കേട്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. ചിരി എനിക്ക് തോന്നുന്നു സങ്കടം കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ടിഫിൻ ബോക്സ് ആയിരുന്നു അത്. കഷ്ടായിപ്പോയി. ഇത് ഞാന് സ്കൂളില് മറ്റേ വുഡ് കൊണ്ട് ചെയ്യണ സബ്ജക്റ്റിൽ ഞങ്ങൾ ഇതുപോലത്തെ ഇലക്ട്രിക് ഗെയിം ഉണ്ടാക്കണേന്ന്. ഇത് മൊത്തം ടീച്ചർ പറയുന്നത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ. ഇത് വയറ്, അതിന്റെ അകത്ത് ഈ സാധനം അകത്തോടെ കയറ്റണം. എന്നിട്ട് ഇവിടെ ഇതിക്കെ കയറ്റണമായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് സൗണ്ട് പറഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റ് വരും. തൊട്ടാല് സൗണ്ട് അടിക്കുന്ന ലൈറ്റ് വരും. പറഞ്ഞു തന്നിട്ടുണ്ടോ? ടീച്ചർമാര് പറഞ്ഞു തരുമോ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത്? എന്നിട്ട് ഞങ്ങള് പറഞ്ഞ രീതി ചെയ്യണം. ഈ തൊള ആദ്യത്തെ പീസ് കുഴപ്പമില്ല. എന്നിട്ടല്ലാതെ ഇത് ഗെയിം മുട്ടി കഴിഞ്ഞാൽ ഔട്ടോ. തൊട്ടാ ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ തൊടാണ്ട് ഒച്ച ഉണ്ടാക്കാൻ ഇവിടെ വരെ എത്തിക്കണം. എനിക്ക് ചെയ്യാൻ പറ്റുമോ? ആർക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റും? ആർക്കൊക്കെ പാസ് ചെയ്യാൻ? കുറച്ചുകൂടെ ഹാർഡാണ്, ഇത് കുറച്ച് ഈസിയാണ്. ഓക്കെ, വലിച്ചു പോവരുത്. പക്ഷെ അതിന്റെ താഴെ എൻ്റെ നല്ല ടൈറ്റ് ആയിട്ട് ജെട്ടില്ലായിരുന്നു. പതുക്കെ ചെയ്യണേ. ഫോക്കസ് കളിയില്ലേ? ഫോക്കസ് കളി. ഇങ്ങനെ സൈഡ് വാടാ, എന്നിട്ട് അങ്ങനെ ചെയ്യ. പൊട്ടി. ഓക്കെ. ആദ്യത്തെ പീ പഠിക്കണം, അത് എണ്ണില്ല. അല്ല, മുട്ടിയിൽ സൗണ്ട് കേൾക്കത്തില്ല, മുട്ടിയാലേ ഉള്ളൂ. ഏറ്റവും താഴെ ആദ്യം പീ പഠിച്ചാൽ അത് എണ്ണില്ല. എന്റെ ചക്കൻ എന്തിനടി കരയണേ? അവൻ പേടിച്ചു പോയോ? സൗണ്ട് കേട്ട് പേടിച്ചു പോയോ? ഒട്ടും തൊട്ടില്ലല്ലോ. തൊട്ടില്ല. തൊട്ട്. ഹാർഡാക്കായിരുന്നത്.
സംഭവം ഇൻട്രസ്റ്റിംഗ് ആട്ടോ. കോൺസെൻട്രേഷൻ ആ അത് കിട്ടും. ഈവനിങ് സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അമ്മയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ക്ഷീണം, അപ്പോൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് എന്നതാ ചേച്ചിക്ക് വാരി കൊടുക്കല്, ചേച്ചി വാരി തിന്നല്. 2 ദിവസമായിട്ട് മുഴുവൻ റെക്കോർഡ് സൃഷ്ടിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല. അങ്ങ് കഠിനമായ പണിയും സഹായം ചെയ്തും ഒക്കെയാണ്. അല്ല, സഹായം എന്ന് പറയാൻ പാടില്ല അല്ലേ, സ്വന്തം ഉത്തരവാദിത്വം വൃത്തിയായിട്ട് ചെയ്തു എന്നാണ് എന്നോട് പറയുന്നത്. ഇപ്പൊ ഡിന്നർ ചെയ്യുക കേട്ടോ. അപ്പൊ യശക്കുട്ടി ഒരു സൈഡിന്ന് എന്തോ തരാം മുഴുവൻ തകർത്ത് വരെ ഇട്ടേക്കുക. ഡിന്നറ് വെജീസും പിന്നെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് വറുത്ത പിള്ളേർക്ക് ഇഷ്ടമായത് അത് സൈഡിൽ വെച്ചു. അവർക്ക് മക്രോണി. നമുക്ക് എന്നാക്കിയാ കാർബിന് വേണ്ടി മധുരക്കിഴങ്ങ് കേട്ടോ എടുത്തേക്കുന്ന. ഓഹോ വീഡിയോ മടിയോ? ചിലപ്പോ ഓവർ പ്രൊഡക്റ്റീവ് ആവുമ്പോ നമ്മള് ടയേർഡ് ആവുന്നതായിരിക്കും. ഇത് കണ്ടായിരുന്നു, ഇത് കാണിച്ചായിരുന്നേ. ഇത് കൊണ്ടുവന്നേ 2 ഇത് നല്ല രസമില്ലേ നോക്ക്. ഇത് 2 എണ്ണമായി. ഇനി എത്ര എണ്ണം മുട്ടിട്ടേക്കണ? 1 3 4 5. അതായത് 2 എണ്ണം വിരിഞ്ഞു. ഇത് ഇവിടെ മേളിൽ നിന്നൊക്കെ ഒരു ഇത് നിറച്ച് പൂവാവുക. ഇത് എന്നാ ചെയ്തിട്ടാ ഇത് ഇങ്ങനെ പൂ വരുന്നേ? ആണോ? രാത്രി 7:45 നല്ല സൺലൈറ്റ് ഒക്കെ അടിക്കുന്നുണ്ടോ? ഡൈനിങ് ടേബിളിലോട്ട് നോക്കിയേ, ഫുള്ള് വെയിലാണ്. പുറത്തേക്ക് കപ്പടി വെയിലാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ആർക്കെങ്കിലും വേണോ? എന്നെ മോനെ ഞാൻ കിയ വെക്കണോ? ചിരിക്കണോക്കെ. പപ്പ പാടാൻ പോകുന്ന കിയ. പപ്പ പാടി തന്നാ മതിയോ? എന്നാ ചേച്ചിമാരോട് പാടാൻ പറ, അല്ലെങ്കിൽ ചേട്ടനോട് പാടാൻ പറ. വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സന്തോഷം. നാളെ ഒരു മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ശനി ഞായറും എനിക്ക് അവധിയാണ്. പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ ഡേ കെയർ പോകുന്നു. നമ്മളെല്ലാരും രാവിലെ പോകും അല്ലേ? നമ്മളിപ്പോ day 1 day 2 day 3 എന്നല്ലേ ഞാൻ ആലോചിക്കായിരുന്നേ. day 60 day 59 day 58 അങ്ങനെ വരുന്നതായിരിക്കും ഇച്ചിരി കൂടെ മോട്ടിവേഷൻ കൂടുന്നത്. നമുക്ക് പേഴ്സണലി ഒരു ഈഗർലി അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലത്തെ നമ്മുടെ ഒരു ഫീല് പുറകോട്ട് വരുന്നതായിരിക്കും. ആ റിസൾട്ടിലോട്ടുള്ള യാത്രയായിരിക്കോ അറിയത്തില്ല എത്രമാത്രം റിസൾട്ട്. പക്ഷേ ഇതുവരെ 100% നമ്മൾ ഇത് ചെയ്തില്ലേ, നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചീറ്റ് മീലോ കാര്യങ്ങളോ ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ ചിക്കു? അറിയത്തില്ല, അടുത്ത ദിവസങ്ങളിൽ അറിയത്തില്ല. എന്നാലും നമ്മൾ വയസ്സുള്ള അത്യാവശ്യം നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല എന്ന് തന്നെ തോന്നുന്നത്. പക്ഷേ ഇന്ന് വീഡിയോസ് ഒന്നും അധികം എടുത്തില്ലായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ന് ഭയങ്കര തിരക്കാണ് താനും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. അതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ അല്ലാത്ത കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തെന്നല്ലേ. പക്ഷെ ഫോൺ അങ്ങനെ എടുക്കാനും പറ്റിയില്ല. രാവിലെയാണ് ഞാൻ എന്തൊക്കെ ചെയ്തു, പക്ഷെ നേരെ ഫോൺ എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയാ നമുക്ക് ഇടന്നാലോ? പറഞ്ഞോ. ബൈ ബൈ.